അപ്പോൾ നമ്മുടെ വീക്കെൻഡിലെ പുറത്തുപോയ വിശേഷങ്ങളൊന്ന് കണ്ടാലോ? അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇങ്ങോട്ട് പോകണമെന്ന്. പിന്നെ പെട്ടെന്ന് ആ പ്ലാനിങ് ലിസ്റ്റിൽ വന്നത് നമുക്ക് സുമതി വളവിൽ പോകാമെന്ന്. അങ്ങനെ നമ്മൾ സുമതി വളവിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ നമുക്ക് ഇവിടെ സുമതി വളവ് എന്ന് പറയാൻ എന്താണ് കാര്യമെന്ന് അറിയില്ല. നമ്മുടെ നാട്ടിലെ സുമതി വളവിൻ്റെ ഒരു ഫീല് കിട്ടുന്നത് കൊണ്ടാവണം ആ പേര് വന്നത്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ സുമതി വളവിൽ പുറത്തിറങ്ങാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ മലിക്ക ബീച്ചിലേക്കാണ് പോയത്. അപ്പോൾ നമ്മൾ ഈ ബീച്ചിലേക്ക് പോകുന്ന വഴി തന്നെ നമ്മൾ ഈ ഹോഴ്സ് റൈഡിങ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഹോഴ്സ് റൈഡിങ്ങിൽ കയറണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹോഴ്സ് റൈഡിങ് ഒക്കെ ചെയ്തു. അതിനുശേഷം പിന്നെ നേരെ ബീച്ചിലേക്കാണ് കേട്ടോ പോയത്. ആ ബീച്ചിൻ്റെ ഒരു സൈഡിൽ തന്നെ നമുക്ക് പാർക്ക് പോലെ കളിക്കാനുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് ബീച്ചിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബൈക്ക് റൈഡിങ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബൈക്ക് റൈഡിങ് ഒക്കെ ചെയ്തിട്ട് പിന്നെ നേരെ ഹമ ടൗണിലുള്ള ചെക്കിക്സിലേക്കാണ് പോയത്. അവിടെ പോയി ബ്രോസ്റ്റഡൊക്കെ കഴിച്ചു. അതിനുശേഷം നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീക്കെൻഡിലെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.